വാ വാ, എല്ലാവർക്കും സുഖാണോ? സീറ്റൊക്കെ കംഫർട്ടബിൾ അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഇത് ഒരു വീടിനെ കുറിച്ചുള്ള കഥയാണ്. അല്ലല്ല, ഒരു ഫാമിലിയെ പറ്റിയുള്ള കഥ. എങ്ങനത്തെ ഫാമിലിയാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫാമിലിയാന്ന് തന്നെ വിചാരിച്ചു. ചിരിയും വഴക്കും പിന്നെ എല്ലാം മറന്ന് ഒന്നിച്ച് ഒരു സാധാരണ ഫാമിലി. ഓക്കെ അല്ലേ? ശരി, വാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നാട്ടില് വീട് മാറുന്തോറും വീടിന്റെ സൈസ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അച്ഛാ. വാടക കൂടിക്കൊണ്ടിരിക്കുകയാടാ. അന്ന് ഇരട്ടത്ത് കണ്ടപ്പോ ശരിക്കും മനസ്സിലായില്ല. പകല് നല്ല വെളിച്ചമുണ്ടല്ലേ, സൂര്യപ്രകാശം നേരെ തന്നെ കിട്ടുന്നുണ്ട്. വീട് അന്ന് കണ്ടതിനേക്കാളും വലുതാണല്ലേ? അച്ഛാ, സാധനങ്ങൾ വെച്ച് ചെറുതായി പോവച്ചാ. എന്താ നിന്റെ പ്രശ്നം? കുറ്റം പറഞ്ഞോണ്ടേയിരിക്കുന്നു. എനിക്ക് ഈ വീട് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിനക്കോ? എനിക്കൊക്കെയാണ്. എടി ദ്രോഹി, ഈ വീടിന് എന്താ കുഴപ്പം? എന്താന്നോ, ഈ വീട് ചെറുതല്ലേ? അന്ന് വരലക്ഷ്മി നഗറിലൊരു വീട് കണ്ടില്ലേ, വൈറ്റ് കളർ വീട്? അത് ഇതിനേക്കാളും വലുപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട്. വാടക 500 രൂപ കൂടുതലാ. നിന്റെ ഫീസ് എത്രയാണെന്ന് നിനക്കറിയോ? എന്ത് പറഞ്ഞാലും സ്കൂൾ ഫീസിന്റെ കാര്യം പറയും. 500 രൂപയ്ക്കാണോ കണക്ക് പറയുന്നത്? അച്ഛാ, അച്ഛൻ 500 രൂപക്ക് കണക്ക് പറയാന്ന് പറയണേ. സാറിനോട് ഒരു മാസം ലോഡ് ഇറക്കാൻ പറ, അപ്പൊ മനസ്സിലാവും 500 രൂപയുടെ വില. നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ ഓവറാവല്ലേ? മോനെ, നിന്റെ സ്കൂൾ ഫീസ് ലാഭിക്കാനാണ് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത്. ആ നന്ദി ഉണ്ടാവണം. കിച്ചൺ കുറച്ച് ചെറുതാണല്ലേ? അതൊന്നും സാരമില്ല. നീ ഇഷ്ടമല്ലാന്ന് ഒരിക്കലും പറയില്ലല്ലോ. അച്ഛാ, നോക്കച്ഛ, ഇവനെ അലമാരിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുക. എന്താടാ ഇതൊന്നും തന്നുണ്ടല്ലോ. നിനക്ക് വലിയ ഷെൽഫോ, എനിക്ക് ചെറിയ ഷെൽഫോ? ഗേൾസിന് ഒരുപാട് സാധനം വെക്കണം. ഗേൾസിന് ഒരുപാട് ഡാ, സാധനം. എന്താടാ? ഒരു മിനിറ്റ്, ആ മുറി നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഞാനും അച്ഛനും കൂടി ഹാളിൽ കിടന്നോളാം. ഇവന്റെ കൂടെയൊക്കെ എങ്ങനെ താമസിക്കാനാ? അച്ഛാ, നമ്മൾ ഫ്യൂച്ചറിൽ വീട് വെക്കുമ്പോ വലിയ വീട് നോക്കി വെക്കാം. എനിക്കൊരു മുറി, ഇവനൊരു മുറി, നിങ്ങൾക്കൊരു മുറി. എന്റെ പൊന്നല്ലേ, നീ പണിതേക്കാം പോരെ? ഓഹോ, റൈറ്റ്. നീയും അച്ഛൻ്റെ കൂടെ ചേർന്നു അല്ലേ? അതേടാ, ഞാനും അച്ഛന്റെ സൈഡാ അല്ലേ അച്ഛാ? അമ്മ, വരൂ. നമസ്കാരം. 2 കുട്ടികളുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇത്രയും വലിയ കുട്ടികളാണെന്ന് പറഞ്ഞില്ലല്ലോ. കുട്ടികൾ തന്നെയായിരുന്നു, ഇപ്പൊ കുറച്ച് വളർന്നതാ. അന്ന് എന്നോട് പറഞ്ഞത് മോന് 12 വയസ്സെന്നല്ലേ? അല്ലേടാ, മകൻ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തെറ്റിയതാണോ ഈ പറയുന്നേ? അല്ല ചേട്ടാ, ആള് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ പെട്ടെന്ന്. വേറൊന്നും വിചാരിക്കില്ല ചേട്ടാ. ശരി ശരി, വെള്ളമൊക്കെ നോക്കി ചെലവാക്കിക്കൊള്ളണം. നോക്കിക്കോ. ശരി ആ സ്റ്റെപ്പിലൂടെ സാധനങ്ങൾ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണേ, അത് പൊട്ടാതെ നോക്കണം. ശരിയാ. അച്ഛാ, അവരെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? അല്ല മോളെ, അത് അവര് ഫ്രീ ആയിട്ട് നമ്മൾ നിർത്തുന്നേ? കാശ് കൊടുത്തിട്ട് തന്നെയല്ലേ? ഇവരിങ്ങനെ തൊഴുതോണ്ട് നിൽക്കണമെന്നാ? അങ്ങനെയല്ല മോളെ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും പഠിപ്പ്, എൻ്റെ ഓഫീസ്, അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? അച്ഛാ, എനിക്ക് ഈ വീട് ഇഷ്ടമായില്ല, നമുക്ക് വേറെ നോക്കാം. എനിക്ക് ഈ വീട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡാ, നീയും കൂട്ടുപിടിക്കാണോ? നിങ്ങൾ ചെറിയ കുട്ടികളാ, പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ മാത്രമേ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റൂ. കുറച്ചാലും വെയിറ്റ് ചെയ്താലും സ്വന്തം വീട്ടിൽ കഴിയാന്നല്ലേ? ഒരു മര്യാദ ഇല്ലാത്ത ആളാ അയാള്. ഡാ, 10ൽ നല്ല മാർക്ക് വാങ്ങിയോ നീ? അതിൽ മര്യാദ കുറവൊന്നും കാണുന്നില്ലേ നീ? നീ നന്നായി വരണമെന്ന് കരുതിയ വലിയ സ്കൂളിൽ അയച്ച ഫീസ് അടയ്ക്കുന്നേ. പഠിക്കുന്ന കാര്യം നോക്കടാ. ഓ, ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വീട് വാങ്ങിച്ചേനെ. എടാ, LKG മുതൽ ഞാനിത് കേൾക്കുന്നതാ, വീട് വാങ്ങിക്കാം വീട് വാങ്ങിക്കാന്ന്. എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ മുറി വെറുതെ? ആദ്യം ഇത് കഴിക്കേ. സോറി അച്ഛാ. നീ പറഞ്ഞതെല്ലാം ശരിയാ മോനെ. വീട് വാങ്ങാനായിട്ട് ഒരുപാട് നാളായിട്ട് പണം കൂട്ടി വെക്കുക. അതൊന്നും സാരമില്ല അച്ഛാ.
ഇവിടെ തന്നെ വീട് വാങ്ങാൻ വേണ്ടി കാശ് കൂട്ടി വെച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടെന്നാ തോന്നുന്നേ. ഒരു 7.5 ലക്ഷം രൂപ കൂട്ടി വെച്ചിട്ടുണ്ട്. സിറ്റിക്ക് പുറത്ത് വാങ്ങാൻ പറ്റും. വീട് അവിടെ നോക്കി തുടങ്ങിയാലോ? ഉടനെ തന്നെ നോക്കാല്ലേ? പിന്നെ നമ്മളോട് ആരും ഒന്നും ചോദിക്കില്ലല്ലോ. അമ്മക്ക് ഇവിടെ ഒരു വലിയ കിച്ചൺ, നല്ല വലിപ്പമുള്ള മോഡുലാർ കിച്ചൺ. അതെ, അച്ഛൻ ആഗ്രഹമൊന്നുമില്ലേ? പാവലടി അച്ഛൻ. അച്ഛൻ എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടത്? വീടിന്റെ മുന്നിൽ ഒരു ബോർഡ്, വാസുദേവൻ ആൻഡ് ഫാമിലി. അച്ഛാ, എന്തെങ്കിലും വലിയ കാര്യം പറയുന്നു വിചാരിച്ചപ്പോ ഒരു ബോർഡ് മാത്രം മതിന്നാ? കഷ്ടമുണ്ടേ. സാർ, സാറിന് സ്ഥലം ഇഷ്ടപ്പെട്ടോ? പറയാം ഞാൻ. നല്ല സ്ഥലം, വിട്ടുകളയണ്ട. സാറിന്റെ ഇഷ്ടം. എന്ത് കളിയാടാ കളിക്കുന്നത്? ക്യാച്ചായാനിപ്പോ. അച്ഛാ, ധോണിയാ അത്. അങ്ങനെ കളിക്കാൻ പറ്റൂ. ദ്രാവിഡിന്റെ അത്രയൊന്നും ഇല്ലടാ. ഒന്ന് പോയച്ഛൻ. നോക്കാം ചേട്ടാ. വിക്കി, വിക്കി സാർ, ഇതിവിടെ കൊണ്ടുവയ്ക്കല്ലെന്ന് പറഞ്ഞതല്ലേ? അത് ഓണറാ സാർ. എന്ന് വെച്ച് മാസത്തിൽ എത്ര ദിവസം അയാൾ വരും? പണിയെടുക്കുന്ന എനിക്കറിഞ്ഞൂടെ? സാർ, ഓണറാ കത്തിരിപ്പുണ്ട്. വന്നിട്ടുണ്ടോ? പോയിക്കോ പോയിക്കോ. സാർ, ഗുഡ് മോർണിംഗ് സാർ. ആ വാസുവാ, എന്തിനാടാ എന്നെ കുറ്റം പറയുന്നത്? അതൊന്നുമില്ല സാറേ. സാറേ, കമ്പ്യൂട്ടറെല്ലാം എന്തിനാ കൊണ്ടുവന്ന സാറേ? അതെനിക്കറിയില്ല, പയ്യൻ മേടിച്ചു വെച്ചതാ. ടെക്നോളജി, ഫ്യൂച്ചർ അതിലാന്നാ പറയുന്നത്. അതൊന്നും എനിക്ക് ശരിയാവില്ല സാറേ. കൈയെല്ലാം ഇങ്ങനെ വെച്ച് കണ്ണൊക്കെ വേദനിക്കും. റെക്കോർഡ്സ് ഒക്കെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ സാറേ? ഓരോ വർഷത്തിൽ ലെഡ്ജർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 92 എത്ര ലോഡ് ഇറങ്ങിയെന്ന് ചോദിക്കൂ. 5 മിനിറ്റിൽ എടുത്ത് തരാം ഞാൻ. എന്നാ ആയിക്കോട്ടെ, ലെജർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ. എനിക്ക് നിന്നെ അറിയാഞ്ഞിട്ടാണോ? നിനക്ക് എന്താ എത്ര ടെൻഷൻ? പടം തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. നീ തന്നെ ചോദിക്കണം. 1/2 മണിക്കൂർ മേക്കപ്പ് ചെയ്തിരുന്നിട്ട്. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. ചുമ്മാ ഇരിക്കടാ, ഏത് നേരവും. എന്താ അച്ഛാ? ഈ സ്ഥലം 10 വർഷം മുന്നേ ഞാൻ വാങ്ങാനിരുന്നതാ. ഇപ്പൊ ഭയങ്കര ഡെവലപ്പായില്ലേ? അങ്ങനെയൊന്നും ആലോചിക്കണ്ട. നമുക്കൊന്ന് നോക്കിയിട്ട് പോയാലോ? 10 മിനിറ്റ് മതി. നിങ്ങൾ ആ മെട്രോ നഗറിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റ് നോക്കിയല്ലേ ഒരു 7-8 വർഷം മുൻപ്? അതെ സാറേ, ആ ഓടയുടെ സൈഡിലായിരുന്നല്ലോ. ആ ഓടൊന്നും ഇപ്പോൾ ഇല്ല സാറേ, അവിടെയൊക്കെ ബിൽഡിംഗ് ആയി. നിങ്ങൾ ഇപ്പോഴും വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്താ സാറേ, എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞ് തീർന്നല്ലോ. ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാ സാറേ. വേറെ ഏതെങ്കിലും? ചുമ്മാ നോക്കിയിട്ട് കാര്യമില്ല സാറേ, പൈസയൊക്കെ റെഡിയാക്കണ്ടേ? പോവാ അച്ഛാ. പറയാൻ പാടില്ലേ? നിങ്ങൾ ബഡ്ജറ്റ് നോക്കുന്ന എത്രയാ? പറഞ്ഞു സാറേ, 15 ലക്ഷം അല്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് പറ, അതനുസരിച്ച് നോക്കിയാ പോരെ. നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഉണ്ട് സാറേ, 7.5 ലക്ഷം കയ്യിലുണ്ട്. എന്താ സാറേ 7-8 എന്നൊക്കെ കോമഡി അടിക്കണം? ഈ എമൗണ്ടിന് ഇവിടെ ഇത് വാങ്ങാൻ പറ്റുമോ? സിറ്റിയിൽ ഒരു സ്ഥലത്തും പറ്റില്ല.